കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ടി.കെ. വർഗീസ് വൈദ്യൻ ജീവിതത്തിലുടനീളം വഴിമാറി സഞ്ചരിച്ച വ്യക്തിയാണ്. കണ്ണുവൈദ്യനായി ജീവിതം ആരംഭിച്ച ഇദ്ദേഹം അക്കാലത്ത് മറ്റാരും കടന്നുവരുവാൻ ധൈര്യം കാണിക്കാത്ത മേഖലയിലേക്ക് കാലെടുത്തു കുത്തി. ദേശീയപാതയോരത്ത് തോട്ടപ്പള്ളിക്കും കരുവാറ്റയ്ക്കും മധ്യേ സ്ഥിതി ചെയ്തിരുന്ന വർഗീസ് വൈദ്യന്റെ തോട്ടത്തിൽ വീടാണ് 1970 മെയ് 23 വഴിയോര ഭക്ഷണ വിശ്രമ കേന്ദ്രമാകപ്പെട്ടത്. തോട്ടത്തിൽ വീട്ടിലെ നിത്യസന്ദർശകരായിരുന്ന വയലാർ രാമവർമ്മ, മലയാറ്റൂർ, തകഴി തുടങ്ങിയ പ്രതിഭകളുടെ ആഗ്രഹസാഫല്യം കൂടിയായ ഈ ഭക്ഷണശാല തകഴി ഉദ്ഘാടനം ചെയ്തപ്പോൾ തെങ്ങിൻതോട്ടം എന്നർത്ഥം വരുന്ന കൽപ്പകവാടി എന്ന പേര് മലയാറ്റൂർ സമ്മാനിച്ചു. 3 കോട്ടേജുകളുമായി പ്രവർത്തനം തുടങ്ങിയ ഭക്ഷണശാലയിൽ വിളമ്പിയ അപ്പം, കരിമീൻ, ഞണ്ട്, താറാവ്, കപ്പ, മധുരക്കള്ള തുടങ്ങിയ വിഭവങ്ങൾ സന്ദർശകർക്ക് ഏറെ പ്രിയങ്കരമായി. ഭക്ഷണശാലയുടെ ഗാർഹിക അന്തരീക്ഷവും പാചകവിരുതുമാണ് എക്കാലത്തെയും ആകർഷക ഘടകം. സിറിയൻ ക്രിസ്ത്യൻ ഭക്ഷണ വിഭവങ്ങളുടെ കേരളത്തിലെ ആധികാരിക കലവറയാണ് കൽപ്പകവാടി. നല്ല നാടനായിട്ടുള്ള പ്രത്യേക വേറൊരിടത്തും കിട്ടാത്ത ഒരു പ്രത്യേക സ്വാദും അതിൻ്റേതായ ഒരു തനിമയും നല്ല സറൗണ്ടിങ്സും എല്ലാം ഉള്ള വളരെ ഹോംലി ഫീലിംഗ് ആണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. ബട്ട് വലിയ ഇഷ്ടമായി. ഇവിടുത്തെ ഡക്ക് റോസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. പിന്നെ മോനും കളിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഗ്രീനറിയും എല്ലാം നന്നായിട്ടുണ്ട്. സാഹിത്യ നായകരുടെ പൊടിപൊടിപ്പൻ ചർച്ചകൾക്ക് പുറമെ സിനിമാക്കാരുടെയും താവളമാണ് കൽപ്പകവാടി. കാക്കത്തമ്പുരാട്ടി, അനുഭവങ്ങൾ പാളിച്ചകൾ, ദൈവത്തെ ഓർത്ത്, ലാൽ സലാം തുടങ്ങി നിരവധി സിനിമകളുടെ ചിത്രീകരണത്തിനും ഈ ഭക്ഷണശാല വേദിയായിട്ടുണ്ട്. വർഗീസ് വൈദ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചലച്ചിത്രമാണ് ലാൽ സലാം. കുറച്ചുകൂടി ഒരു കസ്റ്റമൈസ്ഡ് ഇതായിട്ടാണ്. അത് ബേസിക്കലി കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടിലോട്ട് ചെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന പോലൊരു ആക്കുവാണ്. ഇക്കോ ടൂറിസം എന്ന ആശയം ലോകത്താരും ചിന്തിക്കുന്നതിന് മുമ്പേ പ്രകൃതിയുമായി സംയോജിപ്പിച്ചുള്ള വിനോദസഞ്ചാരമെന്ന സങ്കല്പമാണ് കൽപ്പകവാടി. അന്നം അന്വേഷിച്ചു വരുന്നവരെ നിരാശരാകരുതെന്ന പ്രമാണമാണ് തന്റെ പിൻഗാമികൾക്ക് മനുഷ്യസ്നേഹിയായ വർഗീസ് വൈദ്യൻ പകർന്നു നൽകിയത്. അതാണ് കൽപ്പകവാടിയുടെ മഹത്വവും. കായൽ മത്സ്യങ്ങളിൽ കേമനായ കരിമീൻ തീൻമേശയിലെ പ്രധാന വിഭവമായതിനു പിന്നിലും ഈ ഭക്ഷണശാലയുടെ പാരമ്പര്യത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. വഴിയോര ഭക്ഷണ വിശ്രമ സങ്കേതമെന്ന നൂതന ആശയം പ്രാവർത്തികമാക്കിയ ഈ കേന്ദ്രം ആലപ്പുഴയുടെ കലാ, രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ ചരിത്രത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗം കൂടിയാണ്. ആർ. മാനസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ.